AIADMKയിൽ നിന്ന് പുറത്താക്കിയ മുതിർന്ന നേതാവ് കെ. വിജയുടെ തമിഴക വെട്രിക്കഴകത്തിൽ ചേരുമെന്ന റിപ്പോർട്ട്. നവംബർ 27-ന് സെങ്കോട്ടയ്യൻ TVKയിൽ ചേരുമെന്നാണ് റിപ്പോർട്ട്. ഇതിനു മുന്നോടിയായാണ് ഗോപിച്ചെട്ടിപ്പാളയത്ത് നിന്നുള്ള ജനപ്രതിനിധിയായ സെങ്കോട്ടയ്യൻ MLA സ്ഥാനം രാജിവെച്ചതെന്നാണ് വിവരം. സ്പീക്കർ അപ്പാവുവിനെ നേരിൽ കണ്ടായിരുന്നു സെങ്കോട്ടയ്യന്റെ രാജി സമർപ്പിച്ചത്. ഇതിനിടെ രാജിക്കത്ത് സമർപ്പിക്കാൻ സെക്രട്ടേറിയറ്റിലെത്തിയ സെങ്കോട്ടയ്യൻ DMKയുടെ മുതിർന്ന നേതാവും മന്ത്രിയുമായ PK ശേഖർ ബാബുവുമായി സ്പീക്കറുടെ മുറിയിൽ കൂടിക്കാഴ്ച നടത്തിയത് അഭ്യൂഹങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. എന്നാൽ കടുത്ത DMK വിരുദ്ധനായ സെങ്കോട്ടയ്യന് മുന്നിലുള്ള ഏക വഴി TVKയിൽ ചേരുകയാണെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. വിമതരായ പനീർശെൽവത്തിനും ദിനകരനും AIADMK അണികളിൽ പോലും വലിയ സ്വാധീനമില്ലാത്ത പശ്ചാത്തലത്തിൽ അവരുമായി കൂട്ടുചേരാൻ സെങ്കോട്ടയ്യൻ ആഗ്രഹിക്കുന്നില്ലെന്നാണ് റിപ്പോർട്ടുകൾ. BJPയേക്കാൾ ഈ ഘട്ടത്തിൽ സെങ്കോട്ടയ്യൻ TVKയെ തെരഞ്ഞെടുക്കാനാണ് സാധ്യതയെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. സെങ്കോട്ടയ്യൻ TVKയിലെത്തുന്നത് 2026-ലെ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന വിജയിയെ സംബന്ധിച്ച് നേട്ടമാണെന്നാണ് വിലയിരുത്തൽ. AIADMKയും ഏറ്റവും മികച്ച തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ സെങ്കോട്ടയ്യന് തമിഴ്നാട്ടിലെ ഗ്രൗണ്ട് റിയാലിറ്റി ഏറ്റവും നന്നായി അറിയാമെന്നതും TVKയ്ക്ക് നേട്ടമാകുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതിനു പുറമെ തമിഴ്നാടിന്റെ പടിഞ്ഞാറൻ മേഖലയിൽ സെങ്കോട്ടയ്യനുള്ള സ്വാധീനം ജയലളിതയുടെ കാലത്ത് AIADMKയുടെ താഴെത്തട്ട് മുതലുള്ള പ്രവർത്തനതന്ത്രങ്ങൾ രൂപപ്പെടുത്തിയിരുന്നത് സെങ്കോട്ടയ്യനാണ്. MGRന്റെ അടുത്ത അനുയായിയായിരുന്ന സെങ്കോട്ടയ്യൻ ജയലളിതയുടെയും വിശ്വസ്തനായിരുന്നു. 9 തവണ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സെങ്കോട്ടയ്യൻ MGR ജയലളിത മന്ത്രിസഭകളിലും അംഗമായിരുന്നു. സർക്കാരിലും പാർട്ടിയിലും നിർണായക സ്ഥാനങ്ങൾ വഹിച്ച നേതാവ് കൂടിയാണ് സെങ്കോട്ടയ്യൻ. AIADMKയിലെ ആഭ്യന്തര സംഘർഷങ്ങൾക്ക് പിന്നാലെയാണ് സെങ്കോട്ടയ്യൻ പാർട്ടിയിൽ നിന്ന് പുറത്താകുന്നത്. പാർട്ടിയെ ശക്തിപ്പെടുത്താൻ പുറത്താക്കിയ നേതാക്കളായ OP പനീർസെൽവം, TTV ദിനകരൻ, VK ശശികല എന്നിവരെ മടക്കിക്കൊണ്ടുവരണമെന്ന് സെങ്കോട്ടയ്യൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ നിർദ്ദേശം AIADMK ജനറൽ സെക്രട്ടറി എടപ്പാടി K. പളനിസ്വാമി നിരാകരിച്ചിരുന്നു. ആകസ്മികമായി സെങ്കോട്ടയ്യൻ ഡൽഹിയിൽ ആഭ്യന്തരമന്ത്രി അമിത് ഷായെയും പിന്നീട് ചെന്നൈയിൽ ധനമന്ത്രി നിർമ്മല സീതാരാമനെയും സന്ദർശിച്ചിരുന്നു. ഷായുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് AIADMK സഖ്യം പുതുക്കുന്നത് BJP ഉറപ്പാക്കിയതെന്നാണ് പറയപ്പെടുന്നത്. പളനിസ്വാമി BJPയുമായുള്ള സഖ്യം നിശ്ചയിച്ചാൽ പകരം ഷായെയും പിന്നീട് ചെന്നൈയിൽ ധനമന്ത്രി നിർമ്മല സീതാരാമനെയും സന്ദർശിച്ചിരുന്നു. ഷായുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് AIADMK സഖ്യം പുതുക്കുന്നത് BJP ഉറപ്പാക്കിയതെന്നാണ് പറയപ്പെടുന്നത്. പളനിസ്വാമി BJPയുമായുള്ള സഖ്യം നിഷേധിച്ചാൽ പകരം സെങ്കോട്ടയ്യനെ പരിഗണിക്കുമെന്ന് AIADMK വൃത്തങ്ങൾ ഈ ഘട്ടത്തിൽ സൂചിപ്പിച്ചതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ ഈ മീറ്റിംഗ് സെങ്കോട്ടയ്യന് രാഷ്ട്രീയമായി ഗുണം ചെയ്തില്ല. പാർട്ടിയിൽ ഒതുക്കുന്നുവെന്ന തോന്നൽ ശക്തമായതോടെ സെങ്കോട്ടയ്യൻ വാർത്താസമ്മേളനം വിളിച്ച് പാർട്ടിയെ പുനഃസംഘടിപ്പിക്കാൻ പളനിസ്വാമിക്ക് അന്തിമാശ്വാസനം നൽകി. എന്നാൽ ഇതിനു പിന്നാലെ പളനിസ്വാമി സെങ്കോട്ടയ്യനെ പാർട്ടി പദവികളിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു. ഒക്ടോബർ 30-ന് നടന്ന തേവർ ജയന്തി പരിപാടിക്ക് പങ്കെടുക്കാൻ പനീർസെൽവത്തിനും ദിനകരനും ക്ഷണിച്ചതിന് പിന്നാലെയാണ് AIADMK സെങ്കോട്ടയ്യനെ പുറത്താക്കിയത്.